എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൂസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പേടയുടെ റെസിപ്പിയും ആയിട്ടാണ്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ അതേ ടേസ്റ്റിൽ 10 മിനിറ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. കുറച്ച് പാല്, കുറച്ച് പഞ്ചസാര, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്ക് പൗഡർ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇനി പാൽ ഒട്ടും ഇഷ്ടമല്ലാത്ത കുട്ടികളെ ആണെങ്കിലും നമുക്ക് ഈ മിൽക്ക് പേടയൊക്കെ കഴിപ്പിച്ച് അവരുടെ ഉള്ളിൽ പാലിൻ്റെ അംശം എത്തിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ടിപ്പ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. റെസിപ്പിയിലേക്ക് പോകാം. ഞാനിതിനു വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും നല്ല വലിപ്പമുള്ള പാൻ തന്നെ എടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് മിൽക്ക് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് മിൽക്ക് പൗഡർ കൊണ്ട് 10 മിൽക്ക് പേട ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വലിയ പാൻ എടുക്കണം എന്ന് പറഞ്ഞത് അതാകുമ്പോൾ നമുക്ക് ഇളക്കാനായിട്ടും പെട്ടെന്ന് റെഡി ആവാനായിട്ടും എളുപ്പമുണ്ടാവും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അളവൊന്നുമില്ല പ്രത്യേകിച്ച്. നമുക്കിതൊരു കുറുക്ക് പോലെ കിട്ടണം, അതാണ് അതിൻ്റെ അളവ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന എത്ര എമൗണ്ട് ആണെങ്കിലും അതിലേക്ക് അത് കുറുക്കാവാനുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ലംസ് ഒക്കെ ഉടച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളെടുക്കുന്ന ഈ മരത്തിൻ്റെ തവിയാണെങ്കിലും കുറച്ച് വലിപ്പം ഉള്ളത് തന്നെ എടുക്കുക. ഇളക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും. അപ്പോൾ അതുപോലെ കുറച്ച് ലോങ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക, കയ്യിലേക്ക് ചൂടൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ തവി കണ്ട് നേരത്തെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ അംശം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് കളറൊക്കെ വരും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇതിലേക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് ലംസ് ഉടച്ചു കൊടുക്കണം. ഞാൻ ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് നമ്മളിത് ഉടച്ചതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം എപ്പോഴും ഏറ്റവും കുറച്ച് തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചൂട് കൂടി വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലാത്തപ്പോഴാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇൻ്റർവെൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്താലും മതി. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് ലംസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ ഡവ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡവായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെ ആണെങ്കിലും എണ്ണ ചേർത്ത് കൊടുക്കുമല്ലോ, അതേ ഒരു രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്മെല്ലില്ലാത്ത ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ പാലിൻ്റെ അവസ്ഥ. നല്ലപോലെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇളക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. എല്ലായിടത്തും പറ്റി പിടിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ അവിടെ പറ്റി പിടിച്ചിരുന്ന മാവൊക്കെ ആണെങ്കിലും തിരിച്ചിതിലേക്ക് ചേരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സൈഡിലുള്ളതൊക്കെ നമുക്കൊന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഒത്തിരി ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്നതൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഈ പാൽ അടിയിൽ കരിഞ്ഞു പിടിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. അതുപോലെ എപ്പോഴും നോൺ സ്റ്റിക്ക് പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ മിൽക്ക് പൗഡറിലേക്ക് നമ്മൾ മധുരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുവരെ. നല്ല മധുരമുള്ള മിൽക്ക് പൗഡറാണ്. അതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ
പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഞ്ചസാര നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അലിഞ്ഞു വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ചില കുട്ടികൾക്ക് പാലിൻ്റെ സ്മെല്ല് കാരണമാണ് ഈ പാല് ഇഷ്ടമല്ലാത്തത്. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് 2-3 ഏലക്ക കൂടി ചേർത്തിട്ട് പൊടിക്കുക, എന്നിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാലിൻ്റെ സ്മെല്ല് അത്രയ്ക്ക് വരില്ല. സാധാരണ ഒതൻറ്റിക് ആയിട്ടുള്ള പേടയിൽ അവർ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പേട ഉണ്ടല്ലോ, അതിലൊന്നും ഏലക്ക ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞാനും ചേർക്കുന്നില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചുകൂടെ മാവ് ഇങ്ങനെ ലൂസായി വരാൻ തുടങ്ങും. വീണ്ടും നമുക്ക് കട്ടിയുള്ള മാവാക്കി എടുക്കണം. അതിനുവേണ്ടി കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുക. മാക്സിമം നമ്മൾ വെള്ളമൊക്കെ കളയാനായിട്ടാണ് ശ്രദ്ധിക്കുക. അതിൻ്റെ ഈർപ്പം കളയാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ അടി കട്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കണം, പെട്ടെന്ന് ആറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പുറംഭാഗം മാത്രം ഇങ്ങനെ ആറിയിരിക്കും, ഉള്ളിൽ നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ആറി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ആ ഒരു ചെറിയ ചൂട് തന്നെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ. കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലേ വരുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കുക. നമുക്കിഷ്ടമുള്ള ആകൃതിയിലേക്ക് നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടായിരിക്കും മാവിരിക്കുക. കറക്റ്റ് ഇതിൻ്റെ ടെക്സ്ചർ വരണമെങ്കിൽ നന്നായിട്ട് ആറി റെഡി ആവണം. അപ്പോൾ എപ്പോഴും മിൽക്ക് പേട ഉണ്ടാക്കുമ്പോൾ ഇന്ന് ഉണ്ടാക്കുവാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് ഇതെടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് ഏറ്റവും ടേസ്റ്റി. പക്ഷേ ഈ മാവ് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ വരണമെങ്കിൽ ഒരു ദിവസം കഴിയണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്ലാസ്സുകളുടെയൊക്കെ അടിയിൽ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും. അതിലൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഡിസൈൻ കിട്ടും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഉള്ളിൽ ബദാമിൻ്റെ പരിപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും നട്ട്സൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് 5 മണിക്കൂർ കഴിഞ്ഞു. 5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചറിലോട്ട് വന്നിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് നോക്കുമ്പോഴും കാണാമല്ലോ, നല്ല കട്ടിയൊക്കെ ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഓരോ ദിവസം കഴിയുമ്പോഴും ടേസ്റ്റ് കൂടിക്കൂടി വരും. മാക്സിമം നിങ്ങൾ പിറ്റേ ദിവസം എടുക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറേ അധികം നട്ട്സൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് ബോളെല്ലാം ആക്കി വേറെ ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ അവരുടെ ഉള്ളിലേക്കും ഒത്തിരി പോഷക ഗുണങ്ങളൊക്കെ ചെല്ലും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, ബി ഹാപ്പി.